തൻ്റെ പിതാവുമായിട്ടും ഈ സ്ത്രീ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണെന്ന് അറിയുന്നു. അതേ സംഭവം തന്നെ ഈ സുശീലാദേവിയും അറിയുന്നു. തൻ്റെ ഭർത്താവുമായിട്ട് മരുമകൾക്കൊരു ബന്ധം. ഈ പ്രശ്നം രൂക്ഷമായി വന്നതോടുകൂടി ഈ സ്വത്ത് ഭാഗം ചെയ്യണം, അതിലൊരു ഭാഗം സന്തോഷിൽ പിറന്ന തൻ്റെ മകൾക്കും അതുപോലെ തന്നെ തനിക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നു. അജയ് സിംഗ് ഈ സ്വത്ത് ഭാഗം ചെയ്യാൻ തയ്യാറാകുന്നു. പക്ഷേ സുശീലാദേവി അത് കൊടുക്കാൻ തയ്യാറല്ല. ഇതോടുകൂടിയാണ് സുശീലാദേവിയെ വധിക്കാനുള്ള ഒരു തീരുമാനം ഈ പൂജ എടുക്കുന്നത്. പൂജ അതിന് കൂട്ടുപിടിക്കുന്നത് പൂജയുടെ സഹോദരിയും ഇതേ രീതിയിൽ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള സ്ത്രീയാണ്. അവരുടെ പേര് കാമിനി എന്നാണ്. അവരിവിടെ നിന്നും ഝാൻസിയിൽ നിന്നും ഏതാണ്ട് 125 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. ഈ കാമിനിയുടെ ഒരു കാമുകൻ അങ്കിത്, അവൻ ഒരു സ്ഥിരം ക്രിമിനലാണ്. അങ്ങനെ കാമിനിയും അങ്കിതുമായി ചേർന്ന് ഒരു പ്ലാൻ ഈ പൂജ തയ്യാറാക്കുന്നു. അപ്പോൾ പൂജ തയ്യാറാക്കുന്ന പ്ലാൻ ഇതാണ്: ഈ സുശീലാദേവിയെ കൊല്ലുക, അതിനുശേഷം ലഭിക്കുന്ന സ്വത്ത് വിൽക്കുന്നു, അതിലെ പകുതി പണം നിങ്ങൾക്ക് തരുന്നു, പകുതി പണം പൂജ എടുക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കൊട്ടേഷൻ കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂജ ഒരു വ്യാജ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. മകളുടെ പിറന്നാൾ ആഘോഷം ഗ്വാളിയറിൽ കൊണ്ടുവച്ചു. ആ പിറന്നാൾ ആഘോഷത്തിലേക്ക് അജയ് സിംഗിനെയും മകൻ സന്തോഷിനെയും പൂജ ക്ഷണിച്ചു.